നമസ്കാരം. SBI സഹകരണ സൊസൈറ്റിയിൽ കോടികളുടെ ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ 28 പേരിൽ നിന്നായി 11 കോടി ഈടാക്കാൻ ഉത്തരവ്. SBI സ്റ്റാഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തൃശൂർ R345 ശാഖയിലാണ് വർഷങ്ങളായി കോടികളുടെ ക്രമക്കേട് നടന്നത്. സഹകരണ നിയമം വകുപ്പ് 68(2) പ്രകാരം തൃശൂർ ജോയിന്റ് രജിസ്ട്രാറാണ് ഉത്തരവിട്ടത്. ഒരു മാസത്തിനുള്ളിൽ ഇവർ പണം സ്വമേധയാ ഒടുക്കാത്ത പക്ഷം ജപ്തി നടപടിയെടുക്കും. സ്റ്റേറ്റ് ബാങ്ക് ജീവനക്കാരുടെ സഹകരണ സംഘമാണിത്. വർഷങ്ങളായി സൊസൈറ്റിയുടെ ഭരണസമിതിയിൽ ഇരുന്നവരാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. അതേസമയം സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് ബാങ്കുമായി ഒരു ബന്ധവുമില്ല. 1973 പ്രവർത്തനം തുടങ്ങിയ സംഘത്തിൽ 20 വർഷത്തിലേറെയായി ക്രമക്കേട് നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. 2018 അധികാരമേറ്റ പുതിയ ഭരണസമിതി അക്കൗണ്ടുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചപ്പോൾ 8 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. മുൻപുണ്ടായിരുന്ന ഭരണസമിതിയുടെ കാലത്താണ് കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ച് തട്ടിപ്പ് നടത്തിയത്. സഹകരണ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് ക്രമക്കേട് നടന്നതെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. തുടർച്ചയായി 29 വർഷം സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന KV ഉക്രുവിൽ നിന്ന് 3.01 കോടിയും സംഘം മുൻ ഇന്റേണൽ ഓഡിറ്ററായ നന്ദകുമാരിയിൽ നിന്ന് 1.06 കോടിയും ഈടാക്കണം. ബാക്കിയുള്ളവർ വിവിധ കാലങ്ങളിലെ ഭരണസമിതി അംഗങ്ങളാണ്. ഇവർ 4 ലക്ഷം മുതൽ 69 ലക്ഷം വരെ അടയ്ക്കണം. 1999 മുതൽ 2015 വരെയാണ് ഭൂരിപക്ഷം ക്രമക്കേട് നടന്നത്. ഈ കാലത്ത് സംഘം രേഖകളിൽ ഓഡിറ്ററുടെ ഒരു രേഖപ്പെടുത്തലുമില്ല. പുതിയ ഭരണസമിതി നൽകിയ പരാതിയിലാണ് സഹകരണ വകുപ്പിന്റെ ഇപ്പോഴത്തെ നടപടി. വായ്പകൾ തിരിച്ചുപിടിക്കാനോ സംഘത്തെ നല്ല നിലയിലേക്ക് എത്തിക്കാനോ സാധിക്കുന്നില്ലെന്ന് കണ്ടെത്തി പുതിയ ഭരണസമിതി പിരിച്ചുവിട്ടു. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ്. 2003 സംഘത്തിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞ KV ഉക്രു 2017 വരെ സംഘത്തിലെത്തുകയും കണക്കുകൾ തയ്യാറാക്കുകയും ചെയ്തതായി കണ്ടെത്തി. ഇന്റേണൽ ഓഡിറ്ററായ നന്ദകുമാരി സംഘത്തിൽ സംശയാസ്പദമായ ഇടപാട് നടത്തിയെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. നന്ദകുമാരി വിരമിച്ച ശേഷം കാര്യമായ ക്രമക്കേട് നടന്നിട്ടില്ല. അതിനാൽ നന്ദകുമാരി KV ഉക്രുവിനെ തട്ടിപ്പിന് സഹായിച്ചു എന്ന നിഗമനത്തിലാണ് സഹകരണ വകുപ്പ്. 1974 മുതൽ 2003 വരെ സംഘം പ്രസിഡന്റായിരുന്ന KV ഉക്രു ബാങ്കിൽ ഹെഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന ശാഖയിലാണ് സൊസൈറ്റിയുടെ അക്കൗണ്ടും സൂക്ഷിച്ചിരുന്നത്. ഈ ശാഖയുടെ കെട്ടിടത്തിലായിരുന്നു സൊസൈറ്റി. ഇതെല്ലാം ക്രമക്കേട് നടത്തുന്നതിന് കൂടുതൽ വഴിയൊരുക്കിയെന്നാണ് കണ്ടെത്തിയത്. 3 വർഷമായി സംഘം നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നില്ല. 2023 ഓഡിറ്റ് പ്രകാരം 7.07 കോടി രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകാനുണ്ട്. 600 അംഗങ്ങളുള്ള സംഘത്തിൽ 70 പേരുടെ നിക്ഷേപമാണ് തിരികെ കിട്ടാതെ കിടക്കുന്നത്. ഇവരെല്ലാം വിരമിച്ചവരാണ്. വിരമിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യമാണ് സംഘത്തിലിട്ടത്. പ്രായം കാരണം മിക്കവരും രോഗബാധിതരും അവശരുമാണ്. ചിലർ സ്ഥിരം ചികിത്സയിലുമുണ്ട്. പണം തിരികെ കൊടുക്കേണ്ട 28 പേരിൽ 3 പേർ ഇപ്പോഴും സർവീസിലുണ്ട്.